ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസ്റ്റർ എല്ലാവരും അടിച്ചു പൊളിച്ചു അല്ലേ? നമ്മളിപ്പോൾ മലയാറ്റൂരിലാണ്. ദുഃഖ വെള്ളിയാഴ്ചയാണ് നമ്മൾ മലയാറ്റൂരിലേക്ക് പോയത്. അപ്പോൾ നീണ്ട ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് മല കയറി ഇറങ്ങി വരുന്നുണ്ട്, മല കയറാൻ പോകുന്നുണ്ട്. അപ്പോൾ അടിവാരത്താണ് നമ്മൾ. വളരെ മനോഹരമായി പ്രകൃതി അടിവാരങ്ങളൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പെരിയാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട തോമസ് ലീഗ സ്ഥാപിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ദേവാലയമാണിത്. കൊച്ചിയിൽ നിന്ന് 47 കിലോമീറ്റർ അകലെയുള്ള ഈ സീറോ മലബാർ കത്തോലിക്ക ദേവാലയം സമുദ്രനിരപ്പിൽ നിന്ന് 1269 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. AD 52 ഭാരതത്തിലെത്തിയ തോമസ് ലീഗ മലയാറ്റൂർ മലയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം കച്ചവടക്കാരുണ്ട്. വിവിധ സാധനങ്ങളാണ് വിൽക്കപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ തോർത്ത് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം മല കയറുമ്പോൾ തോർത്ത് എന്തായാലും ആവശ്യമാണ്. എന്നിട്ട് വേർക്കും. പിന്നെ നല്ല പൊടിയുണ്ട്. അപ്പോൾ മാസ്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, കാരണം നല്ല പൊടിയാണ്. അപ്പോൾ എല്ലാവരും മല കയറാനായിട്ട് ഒരുങ്ങി പോവുകയാണ്. അതുപോലെ കുറേ ആളുകൾ മല കയറിയിട്ട് ഇറങ്ങിയും വരുന്നുണ്ട് കേട്ടോ. ഇത് കല്ലേൽപ്പള്ളിയാണ്. താഴെ അടിവാരത്ത് നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. വലിയ നോമ്പ് അഥവാ 50 നോമ്പ് കാലത്ത്, പ്രത്യേകിച്ച് പുണ്യവാരത്തിൽ ധാരാളം തീർത്ഥാടകർ കുരിശുമുടിയിൽ കയറുന്നു. ഏകദേശം 3 കിലോമീറ്ററും 1269 അടി ഉയരമുള്ള ഈ കയറ്റത്തിന് ഏകദേശം 1 മുതൽ 1.25 മണിക്കൂർ വരെ എടുക്കും. മലയാറ്റൂർ പെരുന്നാൾ അല്ലെങ്കിൽ മലയാറ്റൂർ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ചയാണ്, അതായത് പുതുഞായറാഴ്ചയാണ്. നിരവധി തീർത്ഥാടകർ തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുന്നതിനും വിശുദ്ധ അനുഗ്രഹങ്ങൾ തേടുന്നതിനായിട്ട് പള്ളിയിൽ എത്തുന്നു. പൊന്നും കുരിശുമുത്തപ്പ പൊന്മല കയറ്റം എന്ന വലിയൊരു ആർച്ചോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾ മല ഇറങ്ങി ഇവിടെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് മല കയറുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും മല കയറാൻ പോവുകയാണ്. ആമിമോള് കയറുന്നതുണ്ടോ? അതുപോലെ തന്നെ നിറയെ പാറകളാണ് അവിടെ. കുറച്ചിങ്ങ് മാറിക്കഴിയുമ്പോൾ 1-ാം സ്ഥലത്തിന് മുന്നായിട്ട് തന്നെ കുറച്ച് നിരപ്പ് ആയ വഴിയുണ്ട് കേട്ടോ. അവിടെ സുഖമാണ്, നമുക്ക് ഈസിയായിട്ട് കയറിപ്പോകാൻ. കാരണം വെച്ചാൽ പാറക്കെട്ടുകളൊക്കെ കുറവാണ്. അങ്ങനെ നമ്മൾ പതിയെ കയറിപ്പോവുകയാണ് കേട്ടോ. നോമ്പാരംഭം മുതൽ തിരക്ക് തീർത്ഥാടക പ്രവാഹം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും കാൽനടയായി എത്തുന്നവരുണ്ട്. ഉരുളൻകല്ലുകൾ നിറഞ്ഞ ആദ്യത്തെ 570 അടി കയറുമ്പോൾ സ്ലീഹപാതയുടെ 1-ാം ഇടം കാണാം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്രയിലെ നിർണായകമായ 14 സന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്ന 14 സ്ഥലങ്ങൾ കടന്നു വേണം മലമുകളിലെത്തുവാൻ. അങ്ങനെ നമ്മളും 1-ാം ഇടത്തെത്തി തിരികൾ കത്തിച്ച് പൈസയിട്ട് പ്രാർത്ഥിച്ച് ക്രൂശ് തൊട്ട് വണങ്ങി മുകളിലേക്ക് വീണ്ടും പൊന്നും കുരിശു മുത്തപ്പ എന്ന വിളികളോടെ കയറി പോവുകയാണ്. അങ്ങനെ 2-ാം സ്ഥലം എത്തിയിരിക്കുന്നു. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ തിരികളൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കുരിശ് തൊട്ട് വണങ്ങി മുന്നോട്ട് കയറി പോവുകയാണ്. 1-ാം സ്ഥലം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്താണ് കേട്ടോ. പിന്നെ അധിക ദൂര വ്യത്യാസമില്ലാതെ അടുത്തടുത്താണ്. അപ്പോൾ നമ്മൾക്ക് മല കയറാനും എളുപ്പമാണ്. ആമിമോള് കയറി പോകുന്നത് കണ്ടോ, തിരിഞ്ഞു നോക്കുന്നുണ്ട് പുറകെ ഉണ്ടോ എന്ന്. അങ്ങനെ നമ്മൾ 3-ാം സ്ഥലത്തെത്തി.
തിരികളൊക്കെ കത്തിച്ച്, തിരികൾ നന്നായിട്ട് ആളി കത്തുമ്പോൾ അപ്പം തന്നെ വെള്ളം ഒഴിച്ച് അത് കെടുത്തി കളയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ആളി കത്തും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി വീണ്ടും 3-ാം സ്ഥലത്തെത്തി അവിടെ നിന്ന് പതുക്കെ പതുക്കെ കയറുകയാണ്. ഇവിടെ ചെറിയ സ്റ്റെപ്പ് പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും 4-ാം സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മല കയറുമ്പോൾ പാറകളിലിരുന്ന് നമ്മൾക്ക് വിശ്രമിക്കാം കേട്ടോ. അപ്പോൾ അധികം ക്ഷീണം തോന്നത്തില്ല. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ 4-ാം സ്ഥലത്തെത്തി. അവിടെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും നമ്മൾ 5-ാം സ്ഥലത്തിലേക്കുള്ള യാത്രയാണ്. ഇവിടെ കുടിവെള്ളം ഉണ്ട് കേട്ടോ. സൈഡിലെ പൈപ്പിൽ വെള്ളമൊക്കെ എടുത്ത് നമുക്ക് കുടിച്ച് പതുക്കെ യാത്ര ചെയ്യാം. ഒരു കുപ്പി മാത്രം കയ്യിൽ കരുതിയാൽ മതി. ചെറിയ ചെറിയ കുരിശുകൾ എന്തിയ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആളുകൾ മല കയറി വരുന്നുണ്ട്. നല്ല പൊടിയുണ്ട് കേട്ടോ. മാസ്ക് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ 5-ാം സ്ഥലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ കുറച്ച് തീ ആളുന്നുണ്ട്. അവരപ്പം തന്നെ അത് കെടുത്തു കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ച് വീണ്ടും 6-ാം സ്ഥലത്തിലേക്കുള്ള യാത്രയിലാണ്. 6-ാം സ്ഥലത്തെത്തി തിരികളൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വീണ്ടും 7-ാം സ്ഥലത്തിലേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ജീവിത ഭാരങ്ങളെ പ്രതീകപ്പെടുത്തുന്ന ഭാരമേറിയ മരക്കുരിശുകൾ, കല്ലുകൾ, ചൂലുകൾ, അതുപോലെ തന്നെ ചെറിയ കുരിശുകൾ വഹിച്ചുകൊണ്ടാണ് തീർത്ഥാടകർ കുന്നിൻ്റെ ചുവട്ടിൽ നിന്ന് തീർത്ഥാടനം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലേക്കുള്ള യാത്രയെ പ്രതീകപ്പെടുത്തുന്ന ക്രൂശിൻ്റെ നിലങ്ങൾ എന്നറിയപ്പെടുന്ന 14 സ്ഥലങ്ങളിൽ അവ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ കുരിശ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പതുക്കെ പതുക്കെ മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 8-ാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഒന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് കയറി പോരും കേട്ടോ. അപ്പോൾ എല്ലാവരും തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് 8-ാം സ്ഥലത്ത് നിന്നും 9-ാം സ്ഥലത്തിലേക്ക് പൊന്നിൻ കുരിശുമുത്തപ്പൂ പൊന്മല കയറ്റം എന്ന ശരണവിളികളോടുകൂടി നടന്ന് നീങ്ങി 9-ാം സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഒരുപാട് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വഴികളിലൂടെ എല്ലാവരും യാത്ര ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നിലും പുറകിലുമായിട്ട് അനേകായിരങ്ങൾ മല കയറുന്നുണ്ട്. എല്ലാവരും പൊന്നിൻ കുരിശു മുത്തപ്പൂ പൊന്മല കയറ്റം, മുത്തപ്പൂ പൊന്മല കയറ്റം എന്ന് വിളിച്ചുകൊണ്ട് കയറുന്നു. അങ്ങനെ നമ്മൾ 10-ാം ഇടത്തെത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ച് മുകളിലേക്ക് കയറുന്നു. വീണ്ടും നമ്മൾ 11-ാം ഇടത്തെത്തിയിരിക്കുന്നു. അങ്ങനെ ചെറിയ സ്റ്റെപ്പുകളോട് കൂടിയ സ്ഥലത്തെത്തി തിരിയൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് 11-ാം ഇടത്തു നിന്ന് വീണ്ടും മുകളിലേക്ക് കയറുന്നു കേട്ടോ. അങ്ങനെ 12-ാം ഇടത്തിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ 12-ാം ഇടത്തെത്തിയിരിക്കുന്നു. നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ കുരിശുമുടിയിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ പതുക്കെ സ്റ്റെപ്പെല്ലാം കയറി നമ്മൾ നടന്ന് നീങ്ങുകയാണ്. ഒരിക്കൽ മലയിൽ നായാട്ടിന് പോയ മലവേടന്മാർ രാത്രിയിൽ വിശ്രമത്തിനായി വിശുദ്ധ തോമസ്ലീഹ പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിൽ കയറി അവിടെ വിശുദ്ധൻ്റെ കാൽപാദങ്ങളും കാൽമുട്ടുകളും അത്ഭുതകരമായി മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തി അവർ താഴ്വാരത്തുള്ള താമസക്കാരെ വിവരമറിയിച്ചു. തദ്ദേശവാസികൾ ഉടൻ മലയിൽ എത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി.
മലയിലുണ്ടായിരുന്ന പൊൻകുരിശ് വണങ്ങി പ്രാർത്ഥന തുടങ്ങിയതോടാണ് മലയാറ്റൂർ പൊന്മല കയറ്റത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ നമ്മൾ 13ാം സ്ഥലത്തെത്തി തിരികളെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ്. കൂട്ടം തെറ്റി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈലിന് റേഞ്ച് കിട്ടത്തില്ല. വനമായതുകൊണ്ട് തന്നെ റേഞ്ച് കുറവാണ്. പിന്നെ മലമുകളിലുള്ള എൻക്വയറി ഓഫീസിലെത്തിയിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്താലാണ് പിന്നെ അവരെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കൂട്ടം വിട്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല തിരക്കല്ലേ. കുട്ടികളെയൊക്കെ വളരെയധികം സൂക്ഷിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു കുട്ടിയെ കാണാതെ പോയിട്ട് കുറേ നേരമായി അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 14ാമത്തെ ഇടം എത്തി. അവിടെ കൊന്തകൾ, പിന്നെ കുരിശ് കൊണ്ടുവന്ന തുണികൾ, ചെറിയ ചെറിയ കൈക്കുരിശുകൾ, കല്ല്, ചൂല് എന്നിവയെല്ലാം മരത്തിൻ്റെ ചുവട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. വലിയ കുരിശുകൾ അവിടെ മരങ്ങളിൽ ചാരി വെച്ചിട്ടുണ്ട്. മലമുകളിൽ മുത്തപ്പനെ കണ്ട് വണങ്ങി പ്രാർത്ഥിക്കുന്നതിന് മാർത്തോമ മണ്ഡപമുണ്ട്. മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി ചെല്ലുന്നത് ബലിയർപ്പണ വേദിയിലേക്കാണ്. തീർത്ഥാടകർ സെൻറ് തോമസിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന മാർത്തോമ മണ്ഡപം സന്ദർശിക്കുകയും 10,000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള വിശാലമായ സ്ഥലമായ സന്നിധിയിൽ ആരാധന നടത്തുകയും ചെയ്യുന്നു. കുരിശുമുടിയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് കേട്ടോ. താഴ്വാരങ്ങൾ കാണാനായിട്ട്, നല്ല കോടയിൽ പൊതിഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അവിടെ ഒരുപാട് ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. നല്ല കാറ്റാണ്. പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ മലയുടെ മുകളിൽ, കുരിശുമുടിയുടെ മുകളിൽ നല്ല ഭംഗിയാണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. മലയാറ്റൂർ പഴയ പള്ളി, ആന കുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന മലയാറ്റൂർ പഴയ പള്ളി AD 1595 സ്ഥാപിക്കപ്പെട്ടു. 1968 വരെ മലയാറ്റൂർ മലനിബിഡമായിരുന്ന വനമായിരുന്നു. അന്ന് ആനകൾ കുത്തിയ ഈ പള്ളിയുടെ പിൻഭാഗത്ത് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. പിന്നീട് കേടുപാടുകൾ നീക്കിയെങ്കിലും ആനകൾ കുത്തിയ ഭാഗം ഇന്നും അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ചില്ലുകൊണ്ട് മൂടിപ്പെട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. പഴയ പള്ളിയോട് ചേർന്നാണ് പുതിയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഈ പള്ളിയിലാണ് ആരാധനകൾ നടക്കുന്നത്. പഴയ പള്ളി ആന കുത്തിയ പള്ളി എന്ന പേരിൽ സംരക്ഷിച്ചിരിക്കുന്നു. തോമസ്ലിഹ മുത്തപ്പൻ മലയാറ്റൂരിലൂടെ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളെ നേരിട്ടതിനെ തുടർന്ന് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഓടിപ്പോയതായും പാറകളിൽ ഒന്നിൽ കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിച്ചതായും പറയപ്പെടുന്നു. ഈ പ്രത്യേക സ്ഥലത്ത് ഒരു സ്വർണ്ണ കുരിശ് പ്രത്യക്ഷപ്പെടുന്നത് നാട്ടുകാർ കണ്ടതായി ഐതിഹ്യം. അതുകൊണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ കുരിശുമുടി എന്ന പേര് വന്നത്. മലയാറ്റൂരിലേക്ക് വരുന്ന തീർത്ഥാടകരുടെ കേന്ദ്ര ചിഹ്നമായി നിലകൊള്ളുന്ന സ്വർണ്ണക്കുരിശിൻ്റെ ഒരു പകർപ്പ് ഇപ്പോൾ പള്ളിയിലുണ്ട്. അതീവ ദുഃഖിതനായി ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന തോമസ്ലിഹ പാറയിൽ തൊട്ടപ്പോൾ പൊൻകുരിശ് ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള വലിയ പൊൻകുരിശ് ഇതിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നത് എന്നും പറയപ്പെടുന്നു. മുത്തപ്പൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ അടയാളങ്ങൾ പാറയിൽ കാണാം. ഇത് മുത്തപ്പൻ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചിലവഴിച്ച സമയത്തെ സൂചിപ്പിക്കുന്നു.
കുന്നിൻ്റെ മുകളിൽ ഒരു കിണറുമുണ്ട്. അതിന് ദിവ്യരോഗശാന്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സെൻറ് തോമസിൻ്റെ പ്രാർത്ഥനയ്ക്കിടെ ദാഹം ശമിപ്പിച്ച സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത്ഭുത നീരൂർവ തോമാശ്ലീഹ ദാഹജലത്തിനായി പാറയിൽ അടിച്ചപ്പോൾ ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കിണറിൽ നിന്നുള്ള ദിവ്യജലം രോഗശാന്തി നൽകാൻ കഴിവുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മാർക്ക് ചെയ്തിരിക്കുന്ന 2 വളയങ്ങൾക്കുള്ളിലാണ് മുത്തപ്പൻ്റെ കാൽപാദങ്ങളുടെ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അനേകായിരങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വണങ്ങി പോകുന്നുണ്ട്. ഒരു ഇറക്കത്തിലായതുകൊണ്ട് കൈപിടിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും വിശ്രമിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടം കാണാൻ. നിറയെ പാറകൾ, താഴെ നിറയെ മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകൾ എല്ലാം വളരെ ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.